നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും പ്രവാസികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കുവൈറ്റ്. 60 വയസ്സ് തികഞ്ഞവരും യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാത്തവരുമായ പ്രവാസി ജീവനക്കാരെ കുവൈറ്റിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി കുവൈറ്റ് അറിയിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഭരണകൂടം നേരത്തെ കൈക്കൊണ്ട തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്നും തീരുമാനപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഡെപ്യൂട്ടി തലവൻ അബ്ദുള്ള അൽ മുതൌത്ത് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ എത്ര പ്രവാസികളെ ഈ തീരുമാനം ബാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഈ വർഷം ആരംഭം മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നതാണെന്നും ഇതിൽ ഒരു പുനഃപരിശോധന ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിസ പുതുക്കി നൽകുന്നതുമല്ല. ബിരുദ യോഗ്യതയില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞവരുടെ വിസ നിലവിലെ കാലാവധി കഴിഞ്ഞാൽ പുതുക്കി നൽകില്ലെന്ന് കഴിഞ്ഞ വർഷം കുവൈറ്റ് ഭരണകൂടം തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി. നിലവിലെ വിസ കാലാവധി കഴിയുന്ന പക്ഷം ഈ വിഭാഗത്തിൽപ്പെട്ട പ്രവാസികൾ കുവൈറ്റ് വിടേണ്ടി വരും. ബിരുദധാരികളായ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് പ്രശ്നമായി വരുന്നില്ല. ഇവരുടെ വിസ പുതുക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം ഭരണകൂടം കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 60 വയസ്സിന് മുകളിലുള്ളവരുടെ വിസ പുതുക്കി നൽകില്ലെന്ന തീരുമാനം നടപ്പിലാവുന്നതോടെ കുവൈറ്റിൽ നിന്ന് 70,000-ലേറെ പ്രവാസികൾ രാജ്യം വിടേണ്ടി വരുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ജനസംഖ്യയുടെ 70% പേരും വിദേശികളാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ പ്രവാസി ജനസംഖ്യ പരമാവധി കുറയ്ക്കുകയും സ്വദേശികളുടെയും വിദേശികളുടെ എണ്ണത്തിൽ സന്തുലനാവസ്ഥ കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികളുടെ ഭാഗമായാണ് 60 കഴിഞ്ഞവർക്ക് വിസ പുതുക്കി നൽകേണ്ടെന്ന കുവൈറ്റിന്റെ തീരുമാനം. ഇതിനു പുറമെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവാസികളെ വിലക്കിക്കൊണ്ടുള്ള തീരുമാനം ഭരണകൂടം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരാവുന്നത് പ്രവാസികളാണെന്ന ശക്തമായ ആക്ഷേപം കുവൈറ്റുകൾക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കുന്നത് പ്രവാസികളാണെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയാണ്. കുവൈറ്റിലെ പ്രവാസി ജനസംഖ്യ സ്വദേശികളെക്കാൾ കൂടുതലാണെങ്കിലും അടുത്ത കാലത്തുണ്ടായ പല നിയന്ത്രണങ്ങളും അവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാക്കിയത്. നിയമവിരുദ്ധ താമസക്കാരെ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന വ്യാപക പരിശോധനകളും കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടാകുന്ന തൊഴിൽ നഷ്ടവും കാരണം ഒട്ടേറെ പേർ നാടുകളിലേക്ക് മടങ്ങി. കോവിഡ് വ്യാപനത്തിന് മുൻപ് 33 ലക്ഷം പ്രവാസികൾ കുവൈറ്റിലുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് 26 ലക്ഷമായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. 3.5 ലക്ഷത്തോളം പ്രവാസികൾ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം സ്വന്തം നാടുകളിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരിൽ 1.5 ലക്ഷത്തോളം പേരുടെ വിസ കാലാവധി തീരുകയും ചെയ്തു. അനധികൃത താമസക്കാർക്ക് രാജ്യം വിടാൻ അനുവദിച്ച പുതുക്കിയ കാലാവധി മാർച്ച് 2-ന് അവസാനിക്കുന്നതോടെ കൂടുതൽ പേർ നാടുകളിലേക്ക് തിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിലൂടെ ഗണ്യമായ കുറവാണ് പ്രവാസി ലോകത്ത് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.